പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ടതും എന്നാൽ അങ്ങേയറ്റം സത്യസന്ധനുമായ ദാമു എന്നൊരാൾ താമസിച്ചിരുന്നു. ദിവസവും കാട്ടിൽ പോയി വിറക് വെട്ടി വിൽക്കുന്നതായിരുന്നു അവന്റെ ജോലി. ഒരിക്കൽ പുഴയുടെ തീരത്തുള്ള ഒരു മരം വെട്ടുന്നതിനിടയിൽ അബദ്ധത്തിൽ ദാമുവിന്റെ ഇരുമ്പു കോടാലി കയ്യിൽ നിന്നും വഴുതി ആഴമുള്ള പുഴയിലേക്ക് വീണു. ദാമുവിന്റെ ഏക ഉപജീവനമാർഗം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ദാമു സങ്കടത്തോടെ പുഴക്കരയിലിരുന്ന് കരഞ്ഞു. ദാമുവിന്റെ സങ്കടം കണ്ട് വനദേവത പുഴയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. "നീ എന്തിനാണ് കരയുന്നത്?" ദേവത ചോദിച്ചു. ദാമു നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ദേവത വെള്ളത്തിനടിയിലേക്ക് പോയി ഒരു സ്വർണ്ണ കോടാലിയുമായി തിരിച്ചു വന്നു. "ഇതാണോ നിന്റെ കോടാലി?" ദേവത ചോദിച്ചു. "അല്ല, ഇതെന്റേതല്ല," ദാമു വിനയത്തോടെ പറഞ്ഞു. ദേവത വീണ്ടും മുങ്ങി ഒരു വെള്ളിക്കോടാലിയുമായി വന്നു. അപ്പോഴും ദാമു പറഞ്ഞു, "അല്ല ദേവി, ഇതും എന്റേതല്ല." മൂന്നാമതും വെള്ളത്തിൽ മുങ്ങിയ ദേവത ദാമുവിന്റെ പഴയ ഇരുമ്പു കോടാലിയുമായാണ് വന്നത്. അതു കണ്ടപ്പോൾ ദാമു സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, "അതെ, ഇതാണ് എന്റെ കോടാലി." ദാമുവിന്റെ സത്യസന്ധതയിൽ വനദേവതയ്ക്ക് വളരെ സന്തോഷം തോന്നി. സമ്മാനമായി ആ സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും കൂടി ദാമുവിന് നൽകി ദേവത അനുഗ്രഹിച്ചു. ദാമുവിന്റെ സത്യസന്ധത കാരണം വലിയ സമ്പന്നനായി മാറി. ഗുണപാഠം: സത്യസന്ധതയ്ക്ക് എപ്പോഴും നല്ല ഫലം ലഭിക്കും. ഏത് സാഹചര്യത്തിലും സത്യം മാത്രം പറയുക.